ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ഒരു ചിക്കൻ പാർട്സ് വെച്ചിട്ട് ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ലിവറും പിന്നെ അതിൻ്റെ ചിക്കൻ പാർട്സൊക്കെ വെച്ചിട്ട് ഒരു ഈസി റെസിപ്പിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 250 grams ഓഫ് ഗീ റൈസ് ഞാൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ പാർട്സ് കുനുകുനാന്ന് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കേട്ടോ. സി ഇങ്ങനെ കുഞ്ഞു പീസായിട്ട്. ലിവർ ഞാൻ കട്ട് ചെയ്തിട്ടില്ല, അതിങ്ങനെ വലിയ തന്നെയുണ്ട്. ബാക്കി മറ്റേ പീസസൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇനി ഇവിടെ വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സി ആവശ്യമുള്ള വെജിറ്റബിൾസ് ഞാൻ ഇവിടെ പാനിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ആദ്യം തന്നെ ഈ ഉള്ളിയാണ് വഴറ്റിയെടുക്കാൻ പോകുന്നത്. അത് നമുക്ക് നെയ്ച്ചോറിൻ്റെ ബിരിയാണിൻ്റെ അകത്ത് മേലെ ഇങ്ങനെ വറവിയാനുള്ള ഉള്ളി ഞാൻ ആദ്യം തന്നെ ഇപ്പം ഞാനൊരു വലിയ ഉള്ളി ഒരു കുഞ്ഞുള്ളിയാണ് എടുക്കുന്നത്. അതിനകത്ത് ഒരു വലിയ ഉള്ളി ഞാൻ ഇത് ഇങ്ങനെ ജസ്റ്റ് ഉള്ളി ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടില്ലേ ബിരിയാണിക്കകത്ത്, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ വഴറ്റുന്ന സമയത്ത് നമുക്ക് ടേസ്റ്റിന് ഇച്ചിരി നെയ്യും ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു നുള്ള് പഞ്ചസാരയും ആഡ് ചെയ്യാം, ഒരു നുള്ള്. പിന്നെ ലേശം ഉപ്പും വേണം കേട്ടോ, ഒരു നുള്ളുപ്പേ, ഒരുപാട് ഇടരുത്. ഇത് ജസ്റ്റ് ഫ്രൈ ചെയ്യുന്ന ഉള്ളിയല്ലേ, അപ്പം ഒരു നല്ല ഒരു ലൈറ്റ് ബ്രൗൺ ടെക്സ്ചർ ആകുമ്പോൾ നമ്മൾ വറുത്ത് കോരി മാറ്റും. നമ്മൾ നെയ്യിലും പിന്നെ വെളിച്ചെണ്ണയിലും ആയിട്ട് ഉള്ളി ഫ്രൈ ചെയ്തിട്ടുണ്ട്. അധികം കരിഞ്ഞു പോകാണ്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ നെയ്യും വെളിച്ചെണ്ണയും നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്യാനിട്ടില്ലേ, അപ്പോൾ അതിൻ്റെത് നമുക്ക് ബാക്കി ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ മസാലപ്പൊടി എല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ലൈറ്റ് സ്ലോ ഫ്ലെയിമിലായിരിക്കണം ഉള്ളി ഫ്രൈ ചെയ്യേണ്ടതും. പിന്നെ ഈ മസാലപ്പൊടികളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച ശേഷം നമുക്ക് ഈ കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പാർട്സിലേക്ക് നമുക്കത് നന്നായി മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം. ഞാൻ ഇതിലേക്ക് ഒരു ചെറിയൊരു വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ചതച്ചതും ഇതിൻ്റെ മസാലപ്പൊടീൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നുണ്ട്. ഇച്ചിരി ഉപ്പും നമ്മൾ ലൈറ്റ് ആയിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. മസാലപ്പൊടികളൊന്നും കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഇതിനകത്ത് ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി കുറച്ച്, അതായത് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1 സ്പൂണ്, പിന്നെ ചിക്കൻ മസാലപ്പൊടി, ഇച്ചിരി ബിരിയാണി മസാലപ്പൊടി, സാധാരണ നമ്മൾ ആഡ് ചെയ്യുന്ന എല്ലാ പൊടികളും. ഓക്കെ. ഇപ്പം നമ്മൾ പൊടികൾ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞു പോകരുത്. ഇതാ കണ്ടോ, ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. കുക്കറിനകത്ത് നമ്മൾ ഈ പൊടിയില്ലേ, അതായത് എല്ലാ മസാലപ്പൊടികളും നമ്മൾ ഒരു 2.5 സ്പൂണാണ് നമ്മൾ ആഡ് ചെയ്തത്. നന്നായി മിക്സ് ചെയ്ത ശേഷം ഇച്ചിരി കൂടി ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഇച്ചിരി കൂടി നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ലേശം മസാലപ്പൊടി നമുക്ക് മാറ്റി വെക്കാം, കാരണം നമുക്ക് ഉള്ളി വഴറ്റാനും. പിന്നെ ഞാൻ ക്യാരറ്റും ആഡ് ചെയ്യുന്നുണ്ട് ഈ ബിരിയാണിയിലകത്ത്. ഒരു കുഞ്ഞ് ക്യാരറ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ മസാല എല്ലാം നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും ആഡ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഉരുളക്കിഴങ്ങും ഇതിനകത്ത് ആഡ് ചെയ്യും. ഇതിൻ്റെ ഒപ്പം തന്നെ ഇത് വെന്തോളും. ക്യാരറ്റും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകാണ്. ഒരു റെഡ് കളർ ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഈ പച്ചമുളക് നല്ല എരിവുണ്ടാവും. ഒരു 2-3 എണ്ണം ഇടാം. പിന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ആണ് ഇതിൻ്റെ ഒപ്പം ഞാൻ ഇടുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇച്ചിരി ഉള്ളിയാണ്. അത് നമുക്ക് ഈ ബാക്കിയുള്ള മസാലയിൽ ഒന്നും കൂടി ഫ്രൈ ചെയ്തിട്ട് ആഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ. അതിപ്പോഴല്ല, ഇത് വേകേണ്ട സാധനങ്ങളാണ്.
നല്ലോണം മസാല എല്ലാം ആക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഓക്കെ നമുക്കിത് വേവിച്ചെടുക്കാം. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ഇതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഓക്കെ, ഇതിങ്ങനെ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ഇത്ര മതിയാവും വെള്ളം. ഓക്കെ, നമുക്കിനി ഒന്ന് വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ ചിക്കൻ പാർട്സും വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിനി നമുക്ക് വെള്ളം സ്ട്രെയിൻ ചെയ്ത് മാറ്റാം. നമുക്കിനി കുക്കർ വെച്ചിട്ട് ഇച്ചിരി നെയ്യ് ആഡ് ചെയ്യാം. നമ്മളിത് ഇത്ര ക്വാണ്ടിറ്റി റൈസാണ് യൂസ് ചെയ്യുന്നത്. ഒരു വലിയ ഗ്ലാസും പിന്നെ ഒരു കുഞ്ഞ് ഗ്ലാസിൻ്റെ അര ഗ്ലാസും. ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യിൽ ഇതിനോടൊപ്പം തന്നെ നമുക്ക് 2, 3, 4 പീസ് സ്മോൾ ഗ്രാമ്പു ആഡ് ചെയ്യാം. പിന്നെ ഈ 2 ഏലക്കായി ഞാൻ ചെറിയ കഷ്ണമായിട്ട് കത്രിക വെച്ച് കട്ട് ചെയ്തിട്ടാണ് ഇടുക. ലൈറ്റായിട്ടൊന്ന് നെയ്യിലൊന്ന് അരി ഒന്ന് ജസ്റ്റ് വറുത്തെടുത്ത ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ, അരിച്ച് വെച്ചിട്ട് മാറ്റി വെച്ച ചിക്കൻ സ്റ്റോക്കിലാണ് നമ്മൾ ഈ അരി വേവിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അരി എത്രയാണോ അതിന് ഡബിളാണ് വെള്ളം ഒഴിക്കേണ്ടത്. ഒരു ഗ്ലാസ് ഒഴിച്ചു. പിന്നെ ക്വാണ്ടിറ്റി കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഞാൻ അര ഗ്ലാസ് തന്നെ നേരത്തെ എടുത്ത പോലെ തന്നെയാണ് ഒഴിക്കുന്നത്. ഇതേ സെയിം ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും. അടുത്ത സെയിം ഞാൻ നേരത്തെ എടുത്ത പോലെ തന്നെ 1.5 ഗ്ലാസ്. ഇനി നമുക്ക് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇതിലാണ് നമ്മൾ അരി വേകുന്നത്. അതിനകത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം ഒരുപാട് ഉപ്പ് ഇടണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചിക്കൻ സ്റ്റോക്കിലല്ലേ വേവിക്കുന്നത്, അതിനകത്ത് ഓൾറെഡി ഇച്ചിരി ഉപ്പ് ഉണ്ടാവും. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് അധികമായി പോകരുത്. നല്ലോണം മിക്സ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പ് കറക്റ്റാണോ എന്ന്. കാരണം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോർഷൻ ഉപ്പിടുന്നതിലാണ്. കൂടാനോ കുറയാനോ പാടില്ല. ഓക്കെ, ഇനി നമുക്കിത് വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മൾ മസാലപ്പൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ മസാലപ്പൊടിയിലേക്ക് ഈ ഉള്ളി കൂടി ആഡ് ചെയ്യാം. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. വേണമെങ്കിൽ ലേശം ഉപ്പ് ആഡ് ചെയ്യാം, നല്ലോണം പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട്. ഒരിച്ചിരി മതിയേ. നമ്മളിത് വയറ്റുമ്പോൾ ഇച്ചിരി നെയ്യും കൂടി ആഡ് ചെയ്താൽ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. നമ്മളിവിടെ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസും ചിക്കൻ പാർട്സും ഇല്ലേ, അതിലേക്ക് നമുക്ക് ഈ വയറ്റി വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്യാം. തക്കാളി എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. അഥവാ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു കുഞ്ഞ് തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ട് ഉള്ളി വഴറ്റുന്നതിൻ്റെ ഒപ്പം ചെയ്യാം കേട്ടോ. ഞാൻ ഇതിനകത്ത് ഇപ്പോൾ തക്കാളി ആഡ് ചെയ്യുന്നില്ല, കാരണം എൻ്റെ അടുത്ത് ഇപ്പോൾ തക്കാളി ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ ഒരു തക്കാളിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, നമ്മൾ അരി കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അടിക്കൊന്നും പിടിക്കാതെ കറക്റ്റ് വേവിൽ. അതാണ് ഞാൻ പറഞ്ഞത്, കറക്റ്റായിട്ട് നമ്മൾ വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതാ കണ്ടോ വിട്ട് വരുന്നുണ്ടോ, നോൺ സ്റ്റിക്കി ആയിട്ട് അരി കണ്ടോ നല്ലോണം കറക്റ്റ് വെന്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു അരമുറി പുളിനാരങ്ങ നീരും ഇതിനകത്ത് ആഡ് ചെയ്യാം. നമുക്ക് വേവിക്കുന്ന സമയത്ത് നമുക്ക് അരി നല്ല വിട്ട് വരാനും കറക്റ്റായി വേകാനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യും. ഞാൻ ആഡ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണേൽ ആഡ് ചെയ്യാം. അപ്പോൾ കറക്റ്റായിട്ട് എൻ്റെ അരി കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. നമ്മൾ ഈ ചിക്കൻ പാർട്സിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് മേലെ ലെയർ ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ മേലെ മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ നമ്മൾ ഈ ഫ്രൈഡ് ചെയ്തിട്ടുള്ള അണിയൻ
അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ ഒരു ടേസ്റ്റ് നമുക്ക് ഗീ കൂടി ആഡ് ചെയ്തിട്ട് അതെല്ലാവരുടെയും സ്പ്രെഡ് ചെയ്യാം. ഈവണായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സ്ലോ സിമ്മിൽ നമുക്കൊരു 3 to 4 minutes ഒന്ന് സ്ലോ സിമ്മിലൊന്ന് ദം ചെയ്യാൻ വേണ്ടി മേലെ എന്തെങ്കിലും വെയിറ്റൊക്കെ വെക്കണം കേട്ടോ. ഞാൻ ഒരു എന്തെങ്കിലും പാത്രം ഇതിൻ്റെ മേലെ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും പാത്രം ഇതിൻ്റെ മേലെ വെക്കും. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ പാർട്സ് വെച്ചിട്ടുള്ള അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവ് ചെയ്യാം. Now let's taste. നമ്മൾ ചിക്കൻ പാർട്സ് വെച്ചിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വാവ്, സോ യമ്മി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാം. അടിപൊളി. എന്ത് രസമാണെന്നറിയോ? എന്തിനായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉള്ളിയെല്ലാം നല്ല നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റും പിന്നെ മറ്റേ ലിവറും പിന്നെ ചിക്കൻ പാർട്സും പിന്നെ പൊട്ടാറ്റോ ഒക്കെ ഉണ്ട്, അതും ഇച്ചിരി ക്യാരറ്റും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം കൂടി അടിപൊളി. So yummy. Stay kush, spread positivity and happiness everywhere. Thank you.